കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ കേവലം വളരെ എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റ് കഷ്ടി മതി ഉണ്ടാക്കാവുന്ന ഒരു പുലാവാണ് തയ്യാറാക്കണം. അതായത് നമ്മുടെ കസ്റ്റഡിയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ ഉണ്ടാകും. അപ്പോൾ ഈ ഹോളിഡേ ആയിട്ടൊക്കെ ഉള്ള ദിവസങ്ങളിൽ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ വെജിറ്റബിളൊക്കെ വെച്ച് കുറച്ച് ബിരിയാണി അരി, അതൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് മേടിച്ച് വെച്ചതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഈ ഭക്ഷണം കഴിക്കാൻ മടിയായിട്ടിരിക്കുമ്പോൾ കുറച്ച് ബിരിയാണി അരിയും കൂടെ ചേർത്ത് വെജിറ്റബിൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് ഒരു വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നുമല്ലെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൻ കറി അല്ലെങ്കിൽ ബീഫ് എന്തെങ്കിലും ഒരു നോൺ വെജ് കറി ഉണ്ടായിരിക്കണോട്ടോ. അല്ലെങ്കിൽ പിള്ളേർക്ക് മറ്റേ അത്ര താല്പര്യം വരില്ല അത് കഴിക്കാൻ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുട്ട റോസ്റ്റ് ആയാലും മതി. പിന്നെ നമുക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വഴറ്റി അങ്ങ് മീതായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അവർക്കൊരു കൗതുകം, കഴിക്കാനും ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ കേവലം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ പുലാവാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. വെജിറ്റബിളൊക്കെ അരിയുക, അരി ഒന്ന് കുതിർക്കുക, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയി ഞങ്ങളുടെ തട്ടിക്കൂട്ട് വെജിറ്റബിൾ പുലാവ് എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കളയാം. നിങ്ങളുണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തതയായിരിക്കും. പലരും ശാസ്ത്രീയമായിട്ടായിരിക്കും ചെയ്യുന്നത്, പലരും പല രീതിയിലായിരിക്കും. ഞാൻ ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് വെജിറ്റബിൾ പുലാവാണ് തയ്യാറാക്കണത്. അപ്പോൾ ഇച്ചിരിയോടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് കിച്ചണിൽ പോയി അതൊന്ന് തയ്യാറാക്കി കളയാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമ്മൾ ഒരു ക്യാരറ്റ്, മീഡിയം സൈസ് ഒരു ക്യാരറ്റ് സ്വല്പം വലുതാക്കി സ്ലൈസ് ചെയ്യണമെന്നല്ല, കാരണം ഇട്ട് വേവിക്കുമല്ലേ, അതുകൊണ്ട് ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് സവോള, ഉള്ളി, അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് വെജിറ്റബിൾ ചേർക്കാം കേട്ടോ. ഒരു 200 ഗ്രാമോളം കാണും. കുറച്ച് ബീൻസ് മേടിച്ച് വെച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തായിരുന്നു, അത് കഴിഞ്ഞ് ബാക്കി ഇരുന്ന ഒരു 8-10 ബീൻസ് ഉണ്ട് കേട്ടോ. ഇത് ആ ബീൻസ് തളരി പോലെ ഒരു സംഗതി അരിയുണ്ട്, കാരണം റൈസിലിട്ട് വേവിക്കുക നമ്മൾ വഴറ്റി വെച്ച്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കട്ടിയിൽ അരിഞ്ഞേക്കണം ആ ബീൻസ്. പിന്നെ ഒരു പച്ചമുളക്, ഒരു സ്വല്പം ഇച്ചിരി എരിവ് വേണ്ടത്, അത് കാരണം കറിയൊക്കെ കൂട്ടി കഴിക്കണല്ലേ, അതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രം പിളർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി. ഇത്ര ഇൻഗ്രീഡിയൻസ് നമ്മൾ വെജിറ്റബിൾ ചേർക്കണം. ഇതിന് ബോയിൽ ചെയ്ത് ചേർക്കുക കേട്ടോ, വഴറ്റി ചേർക്കും വെജിറ്റബിള്. പിന്നെ നമ്മൾ ഇത് മാറ്റിട്ടെ, ഇത് നമ്മൾ വഴറ്റാൻ നേരത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ ഈ ഗ്ലാസ് കണ്ടോ, ഈ ഗ്ലാസ്സിന് കാണാമോ നോക്കിയേ, ആ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വടിച്ചാണ് നമ്മൾ അരി എടുത്തിരിക്കുന്നത്. നമ്മൾ ബസ്മതി അരി മേടിച്ചേക്കണത് കുഞ്ഞ് തീരെ ചെറിയ വലിപ്പത്തിലുള്ള അരി. അതൊക്കെ ഓരോരുത്തർക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള അരി മേടിക്കാം. ഈ അരിയാണ് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത്. ഈ അരി നമ്മളൊരു 2 ഗ്ലാസ് ഇതിന് വടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ചെരുവത്തിൽ അമ്മ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഒരു 20 മിനിറ്റ് നേരം ഇട്ട് കുതിർക്കണം. കുതിർത്തേച്ച് നമ്മൾ കഴുകി വാരി എടുക്കണം. ചിലര് കഴുകി വെച്ച് കുതിർക്കാനിടും, ഞാനിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ഇടുവാണ്. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ് ആകുമ്പോൾ അത് കഴുകി വാരിഞ്ഞെടുക്കാം. എന്നിട്ട് വേവിക്കാൻ എടുക്കണം. അന്നേരം നമുക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്കിന്ന് വെജിറ്റബിൾ പുലാവ് വിത്ത് ചിക്കൻ ആണ് കറി, അല്ല വിത്ത് ചിക്കൻ റോസ്റ്റ് ആണ് ഉച്ചത്തെ ഭക്ഷണം. അപ്പൊ നമുക്കിത് അരി വെള്ളത്തിലിട്ടാലോ? വെള്ളത്തിലിടാം. വെള്ളം എടുത്ത് ചെരുവത്തിൽ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ വെച്ചങ്ങ് കുതിർക്കാനിടാം. അത് നികക്ക വെള്ളം വേണമെന്നുള്ളൂ, ഞാൻ എടുത്തത് ഇച്ചിരി അധികമായി പോയെന്നുള്ളൂ കേട്ടോ വെള്ളം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് അപ്പുറം പറക്കേരിയെ കൊണ്ടേ മൂടി വെച്ചേച്ച് ഞാൻ വരാം. അത്രേ ഉള്ളൂ പരിപാടി. ഇത് ഇനി കഴുകി വാരി എടുത്ത് മറ്റു പരിപാടികൾ നമ്മൾ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ആവാം വീഡിയോ അല്ലേ. പുലാവ് ഉണ്ടാക്കാനായിട്ട് തവയിലേക്ക് ഇതിനൊരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിലാട്ടോ നമ്മൾ വഴറ്റണം. ഇതിന് ഇനി പൊരാഗി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടിത്തെറിക്കണം. നമുക്ക് വെജിറ്റബിൾ ഇട്ടാലോ? എല്ലാം ഇടുക. അത് ഇങ്ങനെ നോക്കാനൊന്നുമില്ല, എല്ലാ സാധനവും ചേർക്കാം, ഇഞ്ചി ഉൾപ്പെടെ കേട്ടോ. ഒരു പച്ചമുളക് ആട്ടോ ഇട്ടിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ ചെറിയൊരു ടേസ്റ്റ്, പച്ചമുളകിന്റെ വന്നത് നല്ലതല്ലേ, കറി കൂട്ടി കഴിക്കുന്ന ഐറ്റം അല്ലേ. അപ്പം ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് ഒരു ഹാഫ് വഴന്ന് കഴിയുമ്പോൾ, അതായത് ഒരു ചെറിയൊരു നിറമാറ്റമൊക്കെ വരൂല്ലേ വെജിറ്റബിളിൻ്റെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരി കുതിർത്തി വെച്ചിരിക്കുന്നത് അരി ഇടണം. അതിലേക്ക് അരിക്ക് പാകത്തിനുള്ള വെള്ളം അമ്മ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഈ
പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കല്ലച്ചു പോകും. ചെറു ചൂടുവെള്ളം എപ്പോഴും നല്ല ചൂടാക്കി വെച്ച് തണുത്താലൊരു കുഴപ്പമില്ല കേട്ടോ. ആ വെള്ളം 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർക്കണം. നമുക്ക് കാണിച്ചു കൊടുക്കാൻ നേരം ഇടുമ്പോൾ കാണിച്ചു കൊടുക്കാം, അളന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. അത് ചെറു ചൂടുവെള്ളം കേട്ടോ, അങ്ങനെയാ വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പ് സ്വല്പം അങ്ങ് തൂക്കി കൊടുത്താലോ? തൂക്കി കൊടുക്കാം. അരി ഇടുമ്പോൾ കൂടുതൽ ഉപ്പ് ചേർക്കണം. ഇപ്പൊ തൽക്കാലം ഇതിനുള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കുറച്ചൊന്ന് വഴന്നാൽ മതി. പിന്നെ അരി വേവുമ്പോൾ ആ കൂടെ കിടന്ന് വേവണമല്ലോ. അപ്പൊ കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾ ഒത്തിരി അങ്ങ് വെന്ത പോലെ ആയിപ്പോകും. അതൊരു സുഖം ഉണ്ടാവൂല. അരി ഒരു 6-7 മിനിറ്റ് വേവിക്കേണ്ടി വരും. അത് നമുക്ക് സമയം നോക്കി ഇടയ്ക്ക് തുറന്ന് നോക്കി നമുക്കൊന്ന് എങ്ങനെയാന്ന് പരിശോധിച്ച് കളയാം കേട്ടോ അരിയുടെ വേവ്. ഇതൊന്ന് ഒന്ന് പതുക്കെ ഒന്ന് വാടട്ടെ, അന്നേരം നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിലാട്ടോ ഇപ്പം. ഇത് ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ വേവിക്കണത്. വെജിറ്റബിൾ വേവിക്കുന്നത്, അരി വേവിക്കുന്നതും ഒക്കെ ഫുൾ ഫ്ലെയിമിലാട്ടോ. ഈ പാത്രം ആകുമ്പോഴേ ഇച്ചിരി വിസ്തൃതമുണ്ട്. മറ്റതൊക്കെ ആകുമ്പോൾ ഇച്ചിരി ചെറുത്, പിന്നെ വേറെ ഒരെണ്ണമുള്ളത് ഒരുപാട് വലുതാണ്. അത് പറ്റൂല. ഇത് ഇത്ര അരി വേവിക്കാൻ ഈ പാത്രം തന്നെ വേണം. ഇത് നമ്മളെന്നാ ആമസോൺ വഴി മേടിച്ച പാത്രം, അന്ന് ഓർഡർ കൊടുത്ത് മേടിച്ചതാട്ടോ. പ്രസ്റ്റീജാ. കടായി. ഇനി നമ്മളിത് പതുക്കി ഒന്ന് ബോയിലായിട്ടുണ്ട് വെജിറ്റബിൾ. കണ്ടോ കളറൊക്കെ ഒരു ഇതായത്. ഇനി നമ്മളിത് ഒരു 20-25 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് കഴുകി വാരിയെടുത്ത് അരിയായിരുന്നു. അത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. 2 ഗ്ലാസ് അരി നമ്മൾ ചേർത്തേക്ക് നമുക്ക് അളവ് വെള്ളത്തിന്റെ കാണിച്ചു കൊടുക്കാം കേട്ടോ. തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ. നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചേച്ച് ശരിയാക്കാം കേട്ടോ. വെള്ളം ഒഴിക്കാൻ ആദ്യം പടി വെള്ളം ഒഴിക്കണം. 2 ഗ്ലാസ് അരിയ 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം ചേർക്കണം. ഇപ്പൊ 2.5 മൊത്തം ചേർക്കണം കേട്ടോ. കണ്ടോ? ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. അരിക്ക് ആവശ്യമുള്ള നമ്മളെന്നാന്ന് വെച്ചാൽ വെജിറ്റബിളിന് മാത്രമല്ലേ ഉപ്പ് ചേർത്തോളൂ. വെജിറ്റബിള് ബോയിൽ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതിനുള്ളത്. ഇനി അരിക്കുള്ള ഉപ്പ് ചേർക്കണം. കൂടാതെ നമുക്ക് നാരങ്ങാ നീര് പിഴിയണം. അതറിയാലോ, ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാം. നമുക്ക് ഒരു ഉദ്ദേശം അങ്ങ് ഇട്ടേക്കാം. കൂടിപ്പോയ വിഷയമല്ലേ, കിടക്കട്ടെ. ഒരു ഉദ്ദേശം ഉപ്പ് അതിന് ആവശ്യമെന്ന് തോന്നണ ചേർക്കുക കേട്ടോ. ഞാനതിനൊരു കൃത്യ അളവ് ഉപ്പിന് പറയണില്ല കേട്ടോ. പിന്നെ നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞാൽ മതി, അരി വിട്ടിരിക്കാൻ വേണ്ടി. അതെ, നല്ല നാരങ്ങയുടെ. അതെ, നാരങ്ങാ നേരം ചുമ്മാ അങ്ങ് പിഴിഞ്ഞ് വെക്കാൻ മതി, അരി കുഴഞ്ഞു പോവാതെ. ഇനി നമുക്ക് ഫ്ലെയിം ഞാനന്ന് സ്ലോയിലാക്കി വെച്ചായിരുന്നു ഇതൊക്കെ ചെയ്തത്. ഫുള്ളിലേക്കാക്കി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഒത്തിരി ഗ്രാമ്പു, ഒരു ചൊവ്വയായി പുള്ളൂന് ഒരു 3-4 ഗ്രാമ്പു സാധാ ഗ്രാമ്പു. കണ്ടോ? ഇതേ നമുക്ക് പട്ട, ഇതൊക്കെ ചുമ്മാ അങ്ങ് പൊടിച്ച് ചേർത്താൽ മതി. ഇത് കറുവപ്പട്ട ഒരു 2 ഏലക്കായും കൂടെ എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. അതും കൂടെ ചേർത്തേച്ച് നമുക്ക് ഇത് അടച്ചു വെക്കാം, മൂടി വെക്കും. നമ്മൾ മുഴുവത്തോടെ ഒരു 2-3 ഏലക്കായ ഇടുന്നത്. ഇനി ഇതേ പതുക്കെ ഒന്ന് അരിയൊക്കെ കുഴഞ്ഞു പോവാതെ, കുടുങ്ങി പോവാതെ, കുഴഞ്ഞല്ല പോവാതെ ഒന്ന് തട്ടി വിടണം. ഇത് മിക്സിങ്. ഉപ്പ് നമ്മൾ ചേർത്തു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചേർക്കാനില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ അടപ്പ് കൊണ്ട് വൃത്തിയായിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് സമയം നോക്കുക. നമ്മൾ ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം, വെള്ളം വയ്ക്കുകയോ എങ്ങനെയാന്നുള്ള അവസ്ഥ കേട്ടോ. അടച്ചു വെച്ചേച്ച് കൃത്യം 6 മിനിറ്റോ 7 മിനിറ്റോ ആവാനിരിക്കരുത്. 5 മിനിറ്റ് കഴിയുമ്പോൾ ആ അവസ്ഥ എങ്ങനെയാണെന്നൊന്ന് നോക്കണം. വെള്ളം വറ്റിപ്പോയാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവം വെള്ളം വറ്റിപ്പോയാൽ വിഷയമാവൂലേ. ചിലപ്പോൾ പല പ്രാവശ്യവും കിട്ടുന്ന അരിയുടെ വേവ് പലതരത്തിലായിരിക്കും. പല ബ്രാൻഡിന്റെയും പലതരത്തിലായിരിക്കും. ഒരു ബ്രാൻഡ് തന്നെ പലപ്പോഴും പല വേവ് ഉണ്ടാവും. അപ്പൊ നമുക്ക് സമയം നോക്കി വെച്ച് 5 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കണം. അടച്ചു വെക്കട്ടെ. അടച്ചു വെച്ചു. എന്റെ സ്മെല്ലൊക്കെ പുറത്ത് പോകാതെ ഇരുന്ന് വേണം കേട്ടോ. പക്ഷെ തുറക്കട്ടെ, ആവി പിടിക്കും. സംഭവം സെറ്റായി. കണ്ടോ? നമുക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. ദേ
ഇങ്ങനെ ഒന്ന് വെള്ളത്തിൻ്റെ ആവും. ഞാനൊരു ഫോർക്ക് എടുത്തോണ്ട് വരട്ടെ എന്നാ, ഫോർക്കും കൊണ്ട് കാണിക്കും. എന്നാൽ ഇത് ചിലപ്പോൾ കൂടുതൽ ഇതും കൊണ്ട് ഇളക്കിയാൽ കുഴയും. ഞാൻ ഫോർക്കൊന്നും എടുത്ത് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ആദ്യം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വെച്ച് കാണിക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് 7 മിനിറ്റും കണ്ടായി കേട്ടോ ഈ റൈസ് നമ്മുടെ. ദേ ഒന്ന് നോക്കാം, വെള്ളം വറ്റിയത് ദേ കണ്ടോ. ദേ വെള്ളം ഫുൾ വറ്റിയത് ഒട്ടുമില്ല. അതെ ഇത് കുത്തി ഇളക്കിയാൽ കുഴയും ഈ അരി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുത്തി ഇളക്കാത്ത. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരിടത്തും വെള്ളമില്ല, ഫുൾ എല്ലായിടത്തും ഇതായി. കാഷ്യൂ മൂപ്പിച്ചിരുന്നോ? മൂപ്പിച്ചിടാ. അതിന് മുമ്പ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നിരന്ന് തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇത് അടച്ചു വെക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് അടച്ചു വെക്കണം. കാരണം അതിലിരുന്ന് ആ ചൂട് കൊണ്ട് ഒന്നോടെ ഒന്ന് ശരിയായി വരും. വേവ് ഒന്നോടെ ഒന്ന് ശരിയായി വരും. വെള്ളം വറ്റിക്കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കണം. എന്നാലേ ആ ചൂട് കൊണ്ട് അത് ശരിയായി വരുള്ളൂ. കാഷ്യൂ ഇതിന് ചേർക്കണോ? അത് പിന്നെ ഇഷ്ടമാണല്ലോ. അപ്പൊ കാഷ്യൂ ഇച്ചിരി മുന്തിരിങ്ങയും കൂടെ വഴറ്റി എന്നാ ചേർക്കാം. അതുപോലെ നമുക്കൊരു സംഗതി ചെയ്യാനുണ്ടായിരുന്നു. സ്വല്പം മല്ലിയില ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കഴുകി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വല്പം ഇവിടെ ഇരുന്നതാ. അത് നമുക്ക് മീതെ അങ്ങ് വെതറിയൊക്കെ ഉള്ളതാ. എന്നിട്ട് എന്നാന്നറിയാമോ, ചൂടോടുകൂടി അതിലേക്ക് ഇതിന്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി കിട്ടട്ടെ. ഇത്ര ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. നാളെ ചട്നിക്ക് പൊതിനെ മല്ലിയില ചട്നിക്ക് മേടിച്ച ഇരുന്ന സാമ്പാറിനൊക്കെ നമ്മുടിയൊക്കെ ഇനി നമുക്ക് കാഷ്യൂ ഒക്കെ വഴറ്റിയെടുക്കാം. മറിക്കട്ടെ, ഇത് പിടിക്കണമെന്നില്ല മറിക്കുന്നത്. ശരിക്ക് വെന്തിട്ടുണ്ട്. ഞാൻ എന്നാ അങ്ങനെ മറിച്ചെന്ന് വെച്ചാൽ അടിയിലെയും മീതയിലേയും കൂടെ ഒന്ന് മിക്സ് ആവാൻ മറിച്ചത് കേട്ടോ. പക്ഷെ വെജിറ്റബിള് കൂടുതലും മീതിയാന്ന് തോന്നണല്ലേ കിടന്നത്. ശരിക്കായിട്ടുണ്ട്. അധികം കുഴഞ്ഞിട്ടില്ലല്ലോ. വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ഞങ്ങളുടെ മക്കളുടെ ഇഷ്ടപ്രകാരം ഇച്ചിരി കാഷ്യൂ മുന്തിരിങ്ങയും കൂടെ വഴറ്റി ഒന്ന് ചേർക്കുക. അതും കൂടെ ചേർക്കാനുള്ളൂ. നമുക്കത് ചെയ്താലോ? ഇത് ഈ അടുപ്പിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒരുപാട് ഇളക്കിയത് കുഴയും. അതുകൊണ്ടാട്ടോ ഞാൻ അധികം ഇളക്കാത്തത്. അത് നമുക്ക് വഴറ്റി ചേർത്തേച്ച് നമുക്ക് പടയെടുക്കാം. ചിക്കനും ഒക്കെ ചൂടാക്കി കഴിക്കാം. സാലഡും ചിക്കനും അതിന് മാറ്റി വെക്കട്ടെ. ഇവിടെ വെക്കാം അല്ലേ? വഴറ്റി എടുക്കാം അല്ലേ? അതിനല്ലേ മൂപ്പ് കൂടുതൽ. നെയ്യില ഞാൻ ചെയ്യാറുള്ളൂ. അതിനാ ടേസ്റ്റ്. അത് വറുത്ത് കോരിയേച്ച് മുന്തിരിങ്ങ ഇടാം അല്ലേ? ഞാനൊരു അബദ്ധം കാണിച്ച് മറ്റേ തവ എടുക്കായിരുന്നു. ഈ തവ ഏതാണ്ടിന് കടുക് പൊട്ടിച്ചേച്ച് അവിടെ കടി വെച്ചായിരുന്നു. ഇത് തന്നെ അങ്ങ് എടുത്ത്. എനിക്ക് മടിയാ ഉണങ്ങിയിരിക്കുന്നത് എടുക്കാൻ. മഴക്കാലമല്ലേ, അപ്പോൾ വൃത്തിയായിട്ടിരുന്നോട്ടെ നോക്കുന്നത്. ഇതൊന്നും മൂത്ത് നമുക്ക് മുന്തിരിങ്ങ ഇതിലേക്ക് തന്നെ ചേർക്കാം അല്ലേ? ഒറ്റയടിക്കാൻ കഴിക്കാം. എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ എടുക്കണ്ടേ? ചിക്കനൊന്നും ചൂടാക്കണം, അല്ലാണ്ട് പറ്റില്ല. ചിക്കൻ ചൂടാക്കിയില്ലെങ്കിൽ സുഖമില്ല. തിളത്തിരുന്ന കുറച്ച് മുമ്പ് ഉണ്ടാക്കിയത് വെച്ചതല്ലേ റോസ്റ്റ്, നാടൻ ചിക്കൻ റോസ്റ്റ്. അതിലേക്ക് ചേർത്ത് കൂട്ടോ. അതെ മുന്തിരിങ്ങ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. 2-3 കറുത്തതും കിടപ്പുണ്ടായിരുന്നു. പിന്നെ പിങ്കാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഇതാ പിങ്ക് കളറുള്ളത്. മുട്ടായി നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ഓഫ് ചെയ്താലോ? പോരെ? ആ നെയ്യ് ഇതിലേക്ക് മൊത്തം ഒഴിക്കാം. എന്നാൽ ടേസ്റ്റ് വന്നോളൂ. ഞാൻ നെയ്യ് ബാക്കി വെച്ചിട്ട് പിന്നെ ആ നെയ്യ് കൊണ്ട് ഇന്നൊന്നും ഉണ്ടാക്കലില്ല. ചേർക്കട്ടെ? അങ്ങോട്ട് വെച്ചേച്ച് വേണം ചേർക്കാം. ക്യാമറ പിടിക്കാൻ. ഞാൻ അങ്ങ് വെതറി ഇടുക. ഞാൻ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൈര് സാലഡ്. നമ്മൾ പുലാവ് കഴിക്കാൻ വേണ്ടി ഒരു ചിക്കൻ മേടിച്ച് വെച്ചിരുന്നത്. ഞാൻ രാവിലെ പുലാവിന് ഉണ്ടാക്കാൻ 10 മിനിറ്റ് പോരെ, 10-15 മിനിറ്റ് മതി ആകെ അരിഞ്ഞ. അപ്പം ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ആദ്യം അങ്ങ് റോസ്റ്റ് ചെയ്ത് വെച്ച നാടൻ ചിക്കൻ റോസ്റ്റ്. ഇത് നമ്മളെ എപ്പിസോഡ് നമ്മുടെ വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചിക്കനും ബീഫും അങ്ങനെ തന്നെയാണ്. കൂടുതലും ചിക്കൻ എടുക്കുമ്പോൾ നമ്മൾ ഒരു ഇത് ഓർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോസ്റ്റ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ നമ്മൾ നേരത്തെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച് പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് രണ്ടാമതൊന്നുകൂടെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോൾ അരപ്പുകളെല്ലാം അതിലേക്ക് മിക്സ് ചെയ്ത് ഒരു ടേസ്റ്റ് കിട്ടിക്കോളും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബ്രോയിലർ ചിക്കൻ അല്ലേ നമ്മൾ യൂസ് ചെയ്യണം. നാടൻ ചിക്കൻ ആണെങ്കിൽ അത്രയും കുഴപ്പമില്ല. ഒറ്റ ഇതിൽ തന്നെ അരപ്പെല്ലാം അതിലേക്ക് പിടിച്ച് നല്ലൊരു ഇതാകും. പിന്നെ ഞാൻ മാക്സിമം ചെറുതാക്കിയത് പീസുകളാക്കിയേക്കണത്. കാരണം അരപ്പ് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാട്ടോ ചെയ്തേക്കണതായി. അപ്പം എപ്പോഴും ഇവിടെ പറയും ചെറിയ പീസാക്കിയാൽ മതി, എന്നാലേ അരപ്പ് ഇറങ്ങുള്ളൂ. ഈ
ലെഗ് പീസ് മാത്രമേ വലുതുള്ളൂ. ദേ ഒന്നും ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ അങ്ങോട്ട് കിടപ്പുണ്ട്. 2 ലെഗ് പീസ്. അതെ ഇത് ദേ ഒന്നും, അത് മാത്രമേ വലുതുള്ളൂ. ബാക്കി എല്ലാം ദേ ചെറുതാക്കി കേട്ടോ നുറുക്കിയേക്കണത്. വേറൊന്നുമല്ല, ഇങ്ങനെ അരപ്പ് കയറാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ബ്രോയിലറിന്. അപ്പം നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ സാലഡും റെഡിയാക്കിയിട്ടുണ്ട്, മേശപ്പുറത്തേക്ക് വെക്കാൻ കഴിക്കാം. ആ അപ്പം എങ്ങനെയുണ്ട്? ചിക്കൻ്റെ സ്മെല്ല് വരണ്ടോ ചൂടാക്കുമ്പോൾ? അടിപൊളി. നല്ല, എനിക്കും ഇഷ്ടപ്പെട്ട സ്മെല്ലൊക്കെ വരണ്ട. അരപ്പിൻ്റെ ഒക്കെ നല്ല മസാലയുടെ ഒക്കെ. വേവിച്ചപ്പോൾ ഇത്ര ഇതില്ലായിരുന്നു, ഇപ്പം ചൂടാക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആവി പറക്കണം ചൂടോടുകൂടി. ഇത് ക്യാമറ കുറച്ച് മാറ്റണം, ആവി ഇങ്ങനെ പൊങ്ങണ്ടായി വെച്ചിരുന്നോണ്ട്. നല്ല വെജിറ്റബിൾ പുലാവ്, നമ്മുടെ വെജിറ്റബിൾ പുലാവ് വിത്ത് നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ റോസ്റ്റ്. അതെ, നാടൻ രീതിയിലുള്ള ചിക്കൻ റോസ്റ്റ് അല്ലേ? ചിക്കൻ റോസ്റ്റ് മൂടിപ്പൊത്തി വെക്കണോ? വേണ്ട, ഇപ്പൊ തന്നെ കഴിക്കുമല്ലേ അല്ലേ? അതെ. എന്തോരം ഇടണം? ഇത്ര മതി. ഇച്ചിരി ഇട്ടേക്കാം. പുലാവ് നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം തട്ടിക്കൂട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് പുലാവും ചിക്കൻ റോസ്റ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പം ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.